ഒരേ ദിശയിൽ പറക്കുന്ന ഒരേ തൂവൽ പക്ഷികൾ, ഒരു പറ്റം യുവതീ യുവാക്കൾ. നൈസർഗികമായ ഭാവനകൾ മനസ്സിൽ ചിറകുവിടർത്തുമ്പോൾ അവർ ഒരു പണിശാലയിൽ അണിനിരക്കും. അത് ക്രിയാത്മകതയുടെ പണിശാല അഥവാ ദ ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ്. The St. Mary's Mission Pearland proudly presents ഖാലിദ് തൊഴുത്തിലേക്ക്, ഒരു നൃത്ത സംഗീത നാടകം. വയ്യ, ഇനിയെങ്കിലും വിശ്രമിക്കാൻ ഒരിടം കിട്ടിയിരുന്നെങ്കിൽ. മേരി, നീ ആകെ തളർന്നിരിക്കുന്നുവല്ലോ. ഈ രാത്രിയെങ്കിലും അന്തി ഉറങ്ങാൻ ഒരല്പം സ്ഥലം കിട്ടുമോ എന്ന് നോക്കാം. അസ്ഥി തുളയ്ക്കുന്ന ഈ തണുപ്പ് സഹിക്ക വയ്യ. ഈ പുതപ്പ് പുതച്ചോളും, അല്പമെങ്കിലും ആശ്വാസമാകട്ടെ. ഈ യാത്രയും കണക്കെടുപ്പും അഗസ്റ്റസ് സീസറിന്റെ കൽപ്പനയല്ലേ, ഇനി എന്തായാലും നേരിടുക തന്നെ. അതാ ഒരു സത്രം കാണുന്നല്ലോ. മേരി, നീ ഒന്ന് വിശ്രമിക്കൂ, ഞാനൊന്ന് പോയി നോക്കി വരാം. എന്തൊരു വേദന. എന്തായി? നമുക്കിവിടെ തങ്ങാൻ ഇടം ലഭിക്കില്ലേ? യഹോവേ, എന്തൊരു പരീക്ഷണം! നിറവയറുമായ ഒരു സ്ത്രീക്ക് അന്തി ഉറങ്ങാൻ ബത്ലഹേമിലെങ്ങും ഇടമില്ലെന്നോ? ദാ അങ്ങോട്ട് നോക്കൂ, അതൊരു കാലിത്തൊഴുത്തല്ലേ? ഈ അസമയത്ത് ഇതെങ്കിലും ആയല്ലോ. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. ലോകരക്ഷകൻ യേശുനാഥന്റെ ജനനം ചരിത്രത്തെ രണ്ടായി വിഭജിച്ചു. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. പുതിയൊരു പുലരി വിടന്നു മഞ്ഞിൽ, പുതിയൊരു ഗാനമുയർന്നൊഴുകി. ഇന്നല്ലോ ഇന്നല്ലോ വിണ്ണിന്റെ നാഥനീ മണ്ണിൽ പിറന്നൊരു മംഗളസുദിനം, പിറന്നൊരു മംഗളസുദിനം. അടുത്ത ജെറുസലേം ദേവാലയ ഉത്സവത്തിന് എന്റെ കുറെ ആട്ടിൻകുട്ടികളെ വിറ്റ് പണമാക്കണം. എന്തിനാ? വീണ്ടും മദ്യസേവ തുടങ്ങാനാണോ? മദ്യസേവയല്ലോ, മദിരാക്ഷി സേവയല്ലേ? ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ്
പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഹോ, എന്താ ഒരു പ്രകാശം! ആ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ കൂടി വയ്യാതായി പോയി. ലോകരക്ഷകനെ ഏറ്റവും ആദ്യം ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചവർ നമ്മൾ തന്നെ. വരൂ, നമുക്കും ബത്ലഹേമിന്റെ താഴ്വരയിലേക്ക് പോകാം. പൗരസ്ത്യ ദേശത്തു നിന്നും ജ്ഞാനികളായ 3 രാജാക്കന്മാർ കിഴക്കുതിച്ച നക്ഷത്രത്തെ ലക്ഷ്യമാക്കി ഉണ്ണിയേശുവിനെ കാണുവാൻ പുൽക്കൂട്ടിലെത്തി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു, വാനം തെളിഞ്ഞു നിന്നു. സ്വർഗീയ സംഗീതം പൊഴിച്ചുകൊണ്ട് മാലാഖമാരുടെ വൃന്ദം ഉണ്ണിയേശുവിന് കാവലായി. ജ്ഞാനികളായ പൂജരാജാക്കന്മാർ അറിയിച്ചതനുസരിച്ച് യൂദയാ രാജവംശത്തിന്റെ ഈ അധികാര സിംഹാസനത്തിന് മറ്റൊരവകാശി സമ്മതിക്കില്ല ഞാൻ. ആറവിടെ യൂദയാ രാജ്യത്തെ 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളുടെയും ശിരച്ഛേദനം നടക്കട്ടെ. ജോസഫ് കുഞ്ഞിനെയും എടുത്ത് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക.